വടുകൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്? ഒരാൾ ചോദിച്ചിരിക്കുകയാണ്. വടുകൻ എന്ന് പറഞ്ഞാൽ നസ്രാണികൾ, നിങ്ങൾ ആ പദം കേട്ടിട്ടുണ്ടായിരിക്കും. നസ്രാണി എന്ന് പറഞ്ഞാൽ കൊല്ലം കുടിയേറ്റം AD 825 രണ്ടാം സിറിയൻ കുടിയേറ്റമാണ് കൊല്ലം കുടിയേറ്റം. ലോവർ മെസപ്പൊട്ടോമിയയിൽ നിന്ന് മലബാർ കോസ്റ്റിനെ ലക്ഷ്യമാക്കി വന്ന സംഘമാണ്. അതിനു മുമ്പുണ്ടായ ഒന്നാം കുടിയേറ്റമാണ് ഒന്നാം സിറിയൻ കുടിയേറ്റം. അത് അപ്പർ മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്ന ക്നായ് തോമയും സംഘവും AD 345 കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയത്. ഇങ്ങനെ രണ്ട് സിറിയൻ കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിലൂടെയാണ് സുറിയാനി ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ രൂപപ്പെട്ടത്. ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം പറയുന്നത് പുരാതന കാലം മുതൽ റോമാ സഭയേക്കാൾ പഴക്കമുള്ളതാണ് എന്നാണ് അവരുടെ ചരിത്രകാരനായ കുര്യൻ തോമസിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്നത്. റോമിൽ പത്രോസ് ലീഹായുടെ സിംഹാസനത്തിൽ ആ പിന്തുടർച്ചയിലുള്ള റോമിലെ സഭ, അതിനേക്കാൾ പൂർവികമായ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എന്നാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ അവകാശപ്പെടുന്നത്. ആ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിരിക്കുന്നു. അപ്പൊ കഞ്ഞിക്കുഴി കേന്ദ്രമായിട്ടുള്ള ഈ സഭ ഇന്ന് അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി. അദ്ദേഹം വാഴൂർ സ്വദേശിയാണ്. ഈ വാഴൂർ എൻ്റെ അറിവിലൊക്കെ മലയാളവും പിന്നെ ചില ഗോത്ര വിഭാഗങ്ങളുടെ അവാന്തര മലയാളവും ഒക്കെ അല്ലാതെ സുറിയാനി ഒന്നും ഒരു സംസാര ഭാഷയായിട്ട് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് മുമ്പുള്ള കാതോലിക്ക ബാവമാരുടെ ഒക്കെ നാടും പരിസരങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അവിടെയൊന്നും സുറിയാനി സംസാര ഭാഷയോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ കേരളത്തിലെ ഒരു സഭ സുറിയാനി സഭ എന്ന് പേര് വെക്കുകയും ഞങ്ങൾ തദ്ദേശീയ ഇന്ത്യൻ സഭയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം എന്തൊരു തമാശയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. മാരീഡ് ബാച്ചിലർ എന്നൊക്കെ പറയുന്ന പോലെ അത്രമാത്രം വൈരുദ്ധ്യമുള്ളതാണ്. അപ്പൊ ഈ ബഹുമാന്യ പ്രേക്ഷകൻ പേരില്ല എങ്കിലും അദ്ദേഹം ചോദിച്ച ചോദ്യം യൂസർ എന്നേയുള്ള അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഈ 345 ഒന്നാം കുടിയേറ്റത്തിന്റെ പിന്തുടർച്ചയിൽപ്പെട്ട ആളുകൾ, അവരെ ക്നാനായക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ക്നാനായക്കാർ രണ്ട് വിഭാഗമായിട്ട്, ഒരു നല്ല വിഭാഗം കത്തോലിക്ക സഭയോട് ചേർന്നും വേറെ ഒരു ചെറിയ വിഭാഗം യാക്കോബായ സഭയോട് അല്ലെങ്കിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്നും നിൽക്കുന്നു. അപ്പൊ 345 ഉണ്ടായ ക്നാനായ കുടിയേറ്റം കൊടുങ്ങല്ലൂരിൽ നിന്ന് വടക്കോട്ട് വളരെയധികം ക്നാനായക്കാരുടെ സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തെക്കോട്ടും ഈ ക്നാനായക്കാരെ, അവർ ക്നാനായക്കാരെന്നാണ് അറിയപ്പെടുന്നത്, രണ്ട് വിഭാഗമായിട്ടുണ്ട്. ഒന്ന് കത്തോലിക്ക സഭയോട് ചേർന്നും മറ്റൊന്ന് സുറിയാനി സഭയോട് ചേർന്നും. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിഭാഗം ക്നാനായക്കാർ ഈ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മലബാറിലുണ്ടായിരുന്ന ക്നാനായക്കാരും സവർണ ഹൈന്ദവരും വ്യാപകമായി മതപരിവർത്തനം ചെയ്യപ്പെട്ടു. വളരെയധികം പേർ കൊല്ലപ്പെട്ടു. പിന്നീട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയുടെ കാലത്ത് 1921 കലാപത്തിലും സമാനമായി ഹൈന്ദവരും കൊല്ലപ്പെടുകയും മതപരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് ഈ ക്നാനായക്കാരുടെ സംസ്കാരം, സംഗീതം, ഭക്ഷണ രീതികൾ, ഈ പാചക കലയിൽ അസാമാന്യ നൈപുണ്യമുള്ളവരും ഒക്കെയാണ് ഈ ക്നാനായക്കാര്. മലബാറിലെ മുസ്ലിങ്ങളുടെ പലഹാര നിർമ്മാണ രീതി, അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള മാപ്പിളപ്പാട്ടുകൾ ഈ ക്നാനായക്കാരുടെ പാട്ടുകളുമായി വളരെ സാദൃശ്യമുള്ളതാണ്. കാരണം അവർ മുൻ ക്നാനായക്കാരായിരുന്നു. അങ്ങനെ ഫോഴ്സ്ഫുൾ കൺവേർഷന് വിധേയരായവരാണ്. അതുകൊണ്ടാണ് വളരെ രുചികരമായ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഈ മലബാറിലെ മുസ്ലിമുകൾ ഉണ്ടാക്കുന്നത്. ഈ അറബി നാട്ടില് ഈ ഒട്ടകത്തിന്റെ പാലും ഈത്തപ്പഴവും മാത്രം തിന്നുകൊണ്ടിരുന്ന മുസ്ലിമുകൾക്ക് അല്ലെ അറബികൾക്ക് അങ്ങനെ പാചക കലയോ പാചക വൈദഗ്ധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ ക്നാനായക്കാരാണ് ആ പാചക കലയൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ക്നാനായക്കാരിൽ ഒരു വിഭാഗം കത്തോലിക്കയിലും
ഒരു ചെറിയ വിഭാഗം സുറിയാനി സഭയിലും, എന്നാൽ അതിനേക്കാൾ വലിയൊരു വിഭാഗം ഇസ്ലാമിലുമായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വന്നവരുടെ അവസ്ഥ പറഞ്ഞു. ഒന്നാം കുടിയേറ്റത്തിന്റെ അവസ്ഥ. എന്നാൽ രണ്ടാം കുടിയേറ്റം 825 കൊല്ലം കുടിയേറ്റമാണ്. ഈ കൊല്ലം കുടിയേറ്റത്തിൽ വന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾ പിന്തുടർച്ച, അവർ തദ്ദേശീയരെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കണക്ഷനിലുള്ള കുടുംബങ്ങൾ, അവരെയാണ് പൊതുവെ നസ്രാണികൾ എന്ന് വിളിച്ചിരുന്നത്. നസ്രാണികൾ. പിന്നീട് അവരുമായിട്ട് ബന്ധമില്ലാതെ തദ്ദേശീയരായ വിവിധ ജാതികളിൽ നിന്നുള്ള ആളുകൾ ക്രിസ്തീയ മാർഗത്തിലേക്ക് കൂടിച്ചേർന്നു. അങ്ങനെയുള്ളവരെ നസ്രാണികൾ എന്ന് വിളിച്ചില്ല. അങ്ങനെയുള്ളവരെയാണ് ഈ വടുകന്മാർ എന്ന് വിളിക്കുന്നത്. അതൊരു ചീത്ത വാക്കൊന്നുമല്ല, തദ്ദേശീയ ക്രിസ്ത്യാനിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 100% തദ്ദേശീയ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നവൻ ഒരിക്കലും നസ്രാണി ആവില്ല, അവൻ വടുകനെ ആവുള്ളൂ. അതാണ് അതിന്റെ പോയിന്റ്. നസ്രാണി ആവണമെങ്കിൽ വരത്തനായിരിക്കണം, വന്നവനാണ്. വൈദേശിക ബന്ധത്തിൽ നിന്നാണ് ഈ നസ്രാണി എന്ന വിളിപ്പേര് തന്നെ വരുന്നത്. നസ്രാണി എന്ന് അറബികളെ അവിടെ ക്രിസ്ത്യാനികളെ വിളിച്ചതാണ്. അതുകൊണ്ടാണ് ആ വിളിപ്പേര് ഇവിടെ വന്നത്.